അദ്ദേഹത്തോടൊപ്പം പ്രശംസാ പത്രം സമ്മാനിക്കുന്നതിനായി മിസ്റ്റർ സാജൻ പി മാത്യു ആൻഡ് ഡോട്ടർ മരിയ സാജൻ, ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശംസാ പത്രം സമ്മാനിക്കുന്നതിനായി മിസ്റ്റർ അഷ്റഫിക, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എന്ത് തോന്നുന്നു അഷ്റഫിക്കയ്ക്ക്? ഇവിടെ വന്ന് ഞാൻ അന്തം വിട്ടിരിക്കുകയായിരുന്നു പരിപാടികൾ കണ്ടിട്ട്. വളരെ സന്തോഷം തോന്നി. കുടുംബശ്രീ എന്ന് പറയുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയാണ്. ഞാനിവിടെ എൻ്റെ നാട്ടിൽ വെച്ച് ഈ പരിപാടി നടക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പല പല സ്ഥലങ്ങളിലും നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെയധികം അഭിമാനം തോന്നുന്നു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. വളരെയധികം സ്നേഹം തോന്നുന്നു. കാരണം ഊഷ്മളമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു മണം ഇവിടെ മുഴുവൻ പരത്തുന്നുണ്ട്, ഒരു സുഗന്ധം. ഞാനിവിടുത്തെ ആലപ്പുഴ ജനിച്ചു വളർന്ന ഒരു കലാകാരനാണ്. എൻ്റെ ഒരു കലാജീവിതത്തിൽ 50 വർഷത്തിനേറെ പഴക്കമുണ്ട്. അത് മിമിക്രിയുമായി ബന്ധപ്പെട്ടതാണ്. 1975 യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിക്ക് ആദ്യമായ ഒരു മത്സരം നടക്കുമ്പോൾ അന്ന് എനിക്കായിരുന്നു 1ാം സമ്മാനം. ഇപ്പോൾ അതുകൊണ്ടാണ് 50 വർഷത്തിന് മേലെ എന്ന് പറയുന്നത്. 70 തൊട്ട് ഞാൻ തുടങ്ങിയതാണ്, എൻ്റെ കോളേജ് കാലം തൊട്ട്. വളരെ സീനിയറായ ഒരു കലാകാരനാണ് ഞാൻ. മിമിക്രിയിലൂടെ വീണ്ടും ഞാൻ നിങ്ങളെ നേരത്തെ രാജാ സാഹിബ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജയൻ എന്ന നടൻ മരിച്ചു കഴിഞ്ഞ 4 പടങ്ങൾ എൻ്റെ ശബ്ദത്തിലൂടെയാണ് വെളിയിൽ വന്നത്. നിങ്ങൾ കോളിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ, ജയൻ്റെ കോളിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ, അത് ഡയലോഗ് മുഴുവൻ ഞാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അതുകൂടാതെ എനിക്കൊരു വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നത്, ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ പ്രേം നസീറിനെ വെച്ച് 3 സിനിമകൾ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ഒരു മാടപ്രാവിൻ്റെ കഥ, വനിതാ പോലീസ് മുഖ്യമന്ത്രി. മോഹൻലാലിനെ മമ്മൂട്ടിയെ വെച്ച് മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് പടമാണ് നിന്നിഷ്ടം എന്നിഷ്ടം, ഞാൻ സംവിധാനം ചെയ്തതാണ്. അതിലെ പാട്ടുകളെല്ലാം ഇന്നും ടോപ്പ് 10-ലുള്ളതാണ്. ഇളം മഞ്ഞിൻ കുളിരുമായി എന്നുള്ള ആ ഗാനമല്ല. അപ്പോൾ എന്തായാലും എല്ലാവരെയും വന്ന് കാണാനും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാനും സാധിച്ചത് വളരെ സന്തോഷപ്രദമാണ്, വളരെ ആനന്ദപ്രദമാണ്. വീണ്ടും ഈ കുടുംബശ്രീയോടും കേരള വിഷനോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഷ്റഫിക. പ്രശംസാ പത്രം സമ്മാനിക്കുന്നത് മരിയ